റോഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് റോഡിലിറങ്ങാൻ വാഹനം വേണം, വാഹനമായാൽ വാഹനത്തിനൊരു നമ്പർ വേണം. അത് ഫാൻസി നമ്പർ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നുള്ളതാണ് അടുത്ത വാർത്ത. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ വാഹനങ്ങൾക്ക് ഫാൻസി നമ്പർ കിട്ടാനില്ല. വാഹനങ്ങളുടെ ഫാൻസി നമ്പർ അലോട്ട്മെന്റ് മുടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. വാഹൻ ആപ്പിലെ തകരാറാണ് അലോട്ട്മെന്റ് മുടങ്ങാൻ കാരണം. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിന് കത്തയച്ചിരിക്കുകയാണ് ഗതാഗത കമ്മീഷണർ CH നാഗരാജു. ആഷൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുന്നു. ആഷൻ ഡിയേഗോ, ഗുഡ് മോർണിംഗ്. ഫാൻസി നമ്പർ ഇപ്പോൾ ഒരുപാട് പേർ അതിന്റെ ഫാൻസായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ന്യൂജൻ ആളുകളായാലും പഴയ ആളുകളായാലും ഒരേപോലെ പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ അത് വാങ്ങുക, അതിന് ഫാൻസി നമ്പർ എന്ത് വില കൊടുത്താണെങ്കിലും സ്വന്തമാക്കുക. അതിപ്പോൾ 2 ആഴ്ചയായി എന്താണ് സംഭവിച്ചത്? തടസ്സം എന്താണ്? നീക്കാനുള്ള നടപടിയായോ? സുജിയ, വെരി ഗുഡ് മോർണിംഗ്. സുജിയ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഒരു വാഹനം, വാഹനപ്രേമിയെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ഒരു ഐഡന്റിറ്റി കൂടിയാണ്. അത് നിരത്തുകളിൽ ഇറക്കുമ്പോൾ അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ ഓൾട്രേഷൻ ഒക്കെ ഈ വാഹനപ്രേമികൾ നടത്താറുണ്ട്. നിയമപരമായി തന്നെ ഓൾട്രേഷൻ നടത്തുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ നമ്പർ പ്ലേറ്റും ഒരു ഫാൻസി നമ്പർ വാങ്ങി അതിലൂടെ എങ്കിലും ഒരു വ്യത്യസ്തത വരുത്താൻ ശ്രമിക്കാറുണ്ട്. അവർക്കാണ് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഈ ഫാൻസി നമ്പറുകളുടെ അലോട്ട്മെന്റ് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വാഹന ആപ്പിൽ ഈ സൈറ്റിന്റെ തകരാറ് മൂലമാണ് നിലവിൽ ഇപ്പോൾ ഈ ഫാൻസി നമ്പറുടെ അലോട്ട്മെന്റ് നടക്കാത്തത് എന്നുള്ളതാണ്. കാരണം 2 ആഴ്ചയിൽ കൂടുതലായി ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ അടിയന്തരമായി ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ NIC നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിന് കത്തയച്ചിരിക്കുകയാണ്. കാരണം വലിയൊരു വരുമാന നഷ്ടമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതുവഴി ഉണ്ടാകുന്നത്. കാരണം ഒരു ഫാൻസി നമ്പർ നേടുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാൻ ആളുകൾ തയ്യാറാണ്. ഇതിന്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഈ വാഹൻ സൈറ്റിൽ കയറി അതിൽ ഒരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ഒരു വാഹനത്തിന്റെ നമ്പർ നമുക്ക് അതിൽ സെലക്ട് ചെയ്ത് ഓപ്റ്റ് ചെയ്യാൻ കഴിയും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിയിലേക്ക് കടക്കുക. ഒരേ നമ്പർ തന്നെ ഒന്നിലധികമോ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബിറ്റിംഗ് നടക്കും. ബിറ്റിങ്ങിലൂടെ ലക്ഷങ്ങളാണ് സർക്കാരിന് ലഭിക്കുകയും ചെയ്യുന്നത്. ഈ ബിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്പർ അലോട്ട് ചെയ്യുമ്പോഴാണ് നിലവിൽ ഇപ്പോൾ ഇത് അലോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു ഫാൻസി നമ്പറിന് അപ്ലൈ ചെയ്തു. എനിക്ക് കാണിക്കുന്നത് അപ്ലൈ ചെയ്ത നമ്പർ കിട്ടും എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ രജിസ്ട്രേഷൻ സമയത്ത് ഇത് നോക്കുമ്പോഴേക്കും അവർക്ക് ഇത് കാണിക്കുന്നില്ല. ആരാണിത് ബിറ്റ് ചെയ്തെന്നോ ഇത് ബിറ്റ് ചെയ്ത നമ്പർ പോയിട്ടുണ്ടെന്നോ എന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പ്രധാനമായും ഈ സൈറ്റിന്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് അടിയന്തരമായി പരിഹരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ CH നാഗരാജു ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ NICയുടെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ ഇത് പരിഹരിക്കാമെന്നൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഫാൻസി നമ്പർ ഈ മോട്ടോർ വാഹന വകുപ്പ് റവന്യൂ ജനറേറ്റിംഗ് വകുപ്പാണ് എന്നുള്ളതിൽ സംശയമില്ല. 2 ആഴ്ചയായി അലോട്ട്മെന്റ് നടക്കുന്നില്ല, ഫാൻസി നമ്പർ കിട്ടാനുമില്ല. പുതിയ വാഹനങ്ങളൊക്കെ എടുത്ത് ഇപ്പോഴും ഫോർ രജിസ്ട്രേഷൻ സ്റ്റിക്കറും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു വ്യക്തതയായിട്ടുണ്ടാവും. അപ്പോൾ താങ്ക് യു അശ്വിൻ. കൂടുതൽ വാർത്തകൾക്കായി വീണ്ടും എത്താം അശ്വിനിലേക്ക്. ഹാവ് എ നൈസ് ഡേ.